എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ദശകം 4-ലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. സമാധി വിജയം നേടിയ യോഗികളുടെ യഥേഷ്ടമായ ഗതിവിശേഷത്തെയാണ് ഈ 9-ാമത്തെ ശ്ലോകം മുതൽ 15-ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. ഹരേ നാരായണ ത്വൽസമാധിവിജയേ തുയ പുനർമങ്ക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈർ ഉന്നയത്യജ സുഷുമ്നയാശനൈഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ത്വൽ സമാധി വിജയേ, അങ്ങയിലുള്ള സമാധിയെ നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമാധിയെ വിജയിച്ചാൽ. തു യ തു എന്നാൽ യാതൊരുവനാണോ. പുനർമങ്ക്ഷു മോക്ഷരസിക, ഉടനെ മോക്ഷം നേടാൻ തൽപരനായി തീരുന്നത്. ക്രമേണവാ, ഇനി ഉടനെ അല്ലെങ്കിലോ ക്രമത്താൽ. യോഗവശ്യം അനിലം, പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ. ഷഡാശ്രയൈ, 6 സ്ഥാനങ്ങളിലൂടെ. ഏതൊക്കെയാ 6 സ്ഥാനങ്ങൾ? മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം എന്നിവ. ഉന്നയതി, മേലോട്ടുയർത്തുന്നു. ഹേ അജ, ജനനമില്ലാത്തവനേ. സുഷുമ്നയാ ശനൈ, സുഷുമ്നാ നാഡിയിലൂടെ മെല്ലെ. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ജനി മൃതിവിഹീനനായ ഭഗവാനെ, അതായത് ഭഗവാന് ജനനവും മരണവും ഇല്ല. 3 കാലങ്ങളിലും ഭഗവാൻ സത്യമാണ്. സത്യമായ വസ്തുവിന് നാശം ഇല്ല. അങ്ങയിലുള്ള സമാധി വിജയിച്ച ഒരാൾ അപ്പോൾ തന്നെയോ അഥവാ ക്രമേണയോ മോക്ഷാസക്തനായി തീർന്നാൽ അവൻ യോഗസിദ്ധിയിൽ തനിക്ക് സ്വാധീനമായ ജീവവായുവിനെ 6 സ്ഥാനങ്ങളിൽ കൂടി മെല്ലെ സുഷുമ്നാ നാഡിയിലൂടെ മേൽപോട്ടുയർത്തും. അതായത് നമ്മൾ ഓങ്കാരം മുഴക്കാറുണ്ട്. നിവർന്നിരുന്ന്, നട്ടെല്ല് നിവർത്തി ഇരുന്ന് ചിന്മുദ്രയിൽ വിരലുകൾ പിടിച്ചുകൊണ്ട് ഓങ്കാരം മുഴക്കുമ്പോൾ നമ്മുടെ ജീവൻ ഈ മൂലാധാരത്തിൽ നിന്നും, അതായത് നമ്മുടെ കുണ്ഡലിനി ശക്തി എന്ന് പറയും, ബാക്ക് സൈഡിൽ നിന്നും ഉയർന്ന് വന്ന് ഭ്രൂമധ്യത്തിലെത്തി പിന്നീടാണ് സഹസ്രാര പത്മത്തിലേക്ക് ഉയരുക. ഒരു പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മൾ ആ മൂർത്തിയെ പ്രദക്ഷിണം വച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവൻ ഓങ്കാരരൂപിയായി ഈ കുണ്ഡലിനി ഭാഗത്തു നിന്നും ഉയർന്ന് വന്ന് ഭ്രൂമധ്യത്തിലെത്തി സഹസ്രാര പത്മത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരവസ്ഥ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും. വീണ്ടും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. ഓങ്കാരം മുഴക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ജനനവും മരണവുമില്ലാത്ത ഭഗവാനെ സമാധിയിലൂടെ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാനെ സ്വന്തമാക്കിയ, സ്വായത്തമാക്കിയ ഭക്തൻ. ചിലപ്പോൾ അത് ക്രമേണയാവും ചെയ്യുന്നത്, ചില സമയം അത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു. എങ്ങനെയായാലും ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് അസമാധി അവസ്ഥയിലെത്തുന്ന ഒരു ഭക്തൻ മോക്ഷം വേണം എന്നാഗ്രഹിക്കുമ്പോൾ ഈ യോഗസിദ്ധിയിൽ തനിക്ക് സ്വാധീനമായ തൻ്റെ ജീവവായുവിനെ എന്ത് ചെയ്യുന്നു? ആ യോഗസിദ്ധി ഉപയോഗിച്ച് ഈ പറഞ്ഞ 6 സ്ഥാനങ്ങളിൽ കൂടി, ഏതൊക്കെയാ? മൂലാധാരം മുതൽ നാഭിപ്രദേശം, ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം, ഇങ്ങനെ ഈ 6 സ്ഥാനങ്ങളിൽ കൂടി മേൽപോട്ട് ഉയർത്തും. ചിലർ ഈ പറഞ്ഞ
അഷ്ടാംഗയോഗങ്ങൾ അനുഷ്ഠിച്ച് സമാധി അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നു തന്നെ ഈ മോക്ഷം അല്ലെങ്കിൽ ഈ കാര്യം സാധിക്കും. ചിലരാണെങ്കിലോ ശനൈ മെല്ലെ മെല്ലെ ഈ ജീവവായുവിനെ സുഷുമ്നാ നാഡിയിലൂടെ മേൽപോട്ടുയർത്തി മോക്ഷം സാധിക്കുന്നു. ചില സ്വാമിമാരൊക്കെ സമാധിയായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഭ്രൂമധ്യത്തിലേക്ക് ഓങ്കാരരൂപിയായി, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണല്ലോ നമ്മുടെ ഈ ജീവനെ അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവന്ന് അവസാനം സഹസ്രാര പത്മത്തിലെത്തി ശുക്ലം പൊട്ടി അവരങ്ങോട്ട് മരിക്കും. അതാണ് സമാധി എന്ന് പറയുന്നത്. ഇതേ കാര്യത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. ആ ഭാഗം നാളെ പറയാം. ഹരേ കൃഷ്ണ.